വലിയ രീതിയിലുള്ള പ്രചാരണം എല്ലാ മണ്ഡലങ്ങളിലും, അതായത് ഒരു മൂന്നാം മുന്നണി എന്ന രീതിയിലേക്ക് അടക്കം അവർ വളർന്നു വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല അക്കൗണ്ടുകൾ അടക്കം തുറക്കും, പല താമരകൾ കേരളത്തിൽ ഉടനീളം വിരിയുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. അതിന് ആക്കം നൽകാനാണ്, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രതീക്ഷ നൽകാൻ വേണ്ടിയാണ് സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ ഒരു റോഡ് ഷോയിൽ തന്നെ വളരെ വ്യക്തമാണ് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ ഒരു നിയമമണ്ഡലത്തിന്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ പോലും മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് കാട്ടാക്കട പോലെയുള്ള മറ്റ് മേഖലകളിൽ നടക്കമുള്ള പലരും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ മറ്റൊരു പോരായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്നത് ചില ഭാഗങ്ങളിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ അടക്കമുള്ളൊരു സാന്നിധ്യ കുറവ് വളരെ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് PRS ആശുപത്രിക്ക് കുറച്ച് മുൻഭാഗത്തേക്കാണ്. ഇവിടെ ആ ഒരു ജനസാന്നിധ്യം ഒരു അണികൾക്കടക്കം വലിയൊരു ആശ്വാസമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ സമാധാനത്തോടു കൂടി പ്രധാനമന്ത്രിയെ കാണാനും അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇത്തരത്തിൽ ഒരുങ്ങി. പക്ഷേ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്ത പോലെ തന്നെ രാജ്നാഥ് സിംഗിന്റെ അടക്കം പൊതുപരിപാടിയിൽ അണികളുടെയും പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒരു സാന്നിധ്യക്കുറവുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു റോഡ് ഷോയും ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. പക്ഷെ അത് ബാധിക്കും. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നമുക്ക് സാരംഗ് നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. പ്രധാനമന്ത്രി തന്നെ പല ഘട്ടങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞു BJPക്ക് എന്നത് വലിയ ഒരു നേട്ടമായി പല പരിപാടികളിൽ പ്രധാനമന്ത്രി ഉയർത്തി കാണിച്ചിട്ടുണ്ട്. BJPയുടെ തന്നെ നേതൃയോഗങ്ങളിൽ തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾക്ക് അവിടെ ഭരണം കിട്ടി എന്നത് ഒരു വലിയ നേട്ടമായി ഉയർത്തി കാണിച്ചിട്ടുണ്ട്. നിയമം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയപ്രതീക്ഷ, കനത്ത വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. BJPയുടെ ശക്തമായ കോട്ടയാണ്. 2016 O രാജഗോപാൽ ജയിച്ച ഒരു മണ്ഡലമാണ്. പിന്നീട് അവിടെ പരാജയപ്പെട്ടു. പക്ഷേ വീണ്ടും വിജയസാധ്യത ഉണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാന വിഷയം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും മികവാർന്ന പ്രകടനം 2 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പരിശോധിക്കുമ്പോൾ അതിൽ BJPക്ക് നടത്താൻ കഴിഞ്ഞു. അവിടുത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് വരെ എത്താൻ കഴിഞ്ഞു എന്നതുകൂടി BJPക്ക് ആ ഒരു മത്സരത്തിൽ നിന്ന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വളരെ വലുതാണ്. തിരുവനന്തപുരം സെൻട്രൽ BJP വലിയ തോതിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം. അവിടെ BJPക്ക് വിജയസാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയാണ്. അതോടൊപ്പം വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ഒക്കെ വലിയ പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്നു. കഴക്കൂട്ടം നമുക്കറിയാം, ഒരു ടെക് സിറ്റി എന്ന തരത്തിൽ ശ്രദ്ധേയമായ മണ്ഡലം. യുവ വോട്ടർമാരുടെ ഒരു കാഴ്ചപ്പാട് വളരെ നിർണായകമായ ഒരു മണ്ഡലം. അവിടെ ആണ് BJPക്ക് വലിയ ഒരു പ്രതീക്ഷ ഉള്ളത്. സ്വാഭാവികമായും ഞങ്ങൾ അവിടെ മത്സരത്തിൽ മുഖാമുഖം ഒരു ത്രികോണ മത്സരം എന്നത് പറയുമ്പോൾ പോലും ഞങ്ങൾ അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു നിലയിലാണ് എന്ന് BJP വ്യക്തമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ നേർചിത്രങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ തന്നെ വ്യത്യസ്തമാണ്. അത് പലപ്പോഴും അത്ര അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ നമുക്ക് അങ്ങനെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കുറവ് പല ഘട്ടങ്ങളിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇനി ആ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് മറികടക്കാൻ കഴിയുമോ എന്നത് ഒരു ചർച്ചാ വിഷയമായി കൂടി മാറുകയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ലാപ്പിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രി പ്രചരണ പരിപാടികൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്നു. അത് BJP പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. 3 ജില്ലകളിലായി 4 പരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് നേരെയാണ് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രധാനമന്ത്രിയെ എപ്പോഴും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അനുസരിക്കുന്ന ഒരാളായി, ചാടാൻ പറയുമ്പോൾ ചാടുന്ന ഒരാളായൊക്കെ രാഹുൽ ഗാന്ധി പരിഹസിച്ചു. പക്ഷേ ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ കുറെ കൂടി ജാഗ്രതയോടുള്ള പ്രസ്താവനകളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു.
യെസ്, കേരളത്തിന്റെ വികസനം ഒരു പ്രധാന വിഷയമായി തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഉയർത്തുന്നു. മറ്റു സംസ്ഥാനങ്ങൾ വലിയ തോതിൽ വികസന കുതിപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അത് BJPക്ക് ഒരു അവസരം ലഭിച്ചാൽ നാളിതുവരെ കാണാത്ത വികസനത്തിന്റെ വേഗത കേരളത്തിന് സമ്മാനിക്കാൻ BJPക്ക് കഴിയും എന്നാണ് പ്രധാനമന്ത്രി നേരത്തെ അല്പം മുമ്പ് തിരുവല്ലയിൽ പറഞ്ഞത്. അതിന് ശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ മൂന്നാല് സ്ഥാനാർത്ഥികൾ കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. രാജീവ് ചന്ദ്രശേഖർ നമുക്ക് കാണാം, R ശ്രീലേഖയെ കാണാം, V മുരളീധരൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്, കരമന ജയൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടി BJPയുടെ ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ കൂടി അവിടെ ഈ പ്രത്യേക തയ്യാറാക്കിയ വാഹനത്തിൽ ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു, കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു. ചില നാടൻ രൂപങ്ങൾ, കലാരൂപങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആൾക്കൂട്ടം, പ്രത്യേകതരം ദൃശ്യങ്ങൾ ഒക്കെ അതിൻ്റെ ഭാഗമായി നമ്മൾ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള രൂപങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിക്ക് കൗതുകകരമായ ഒരു കാഴ്ചയൊരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തം. അതോടൊപ്പം തന്നെ അവിടെ എത്തിയിട്ടുള്ള ആളുകൾക്കും ഒരു മികവാർന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ കാഴ്ചയായി ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. പക്ഷേ ഇത് എത്രമാത്രം വോട്ടാകും, എന്തൊക്കെ ഫലം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ വരവുണ്ടാകും എന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. പക്ഷേ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം എന്ന കാര്യത്തിൽ തർക്കമില്ല. R ശ്രീലേഖ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്നു. നേരത്തെ ഒട്ടനവധി വിവാദങ്ങൾ ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. പ്രധാനമന്ത്രി മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ R ശ്രീലേഖയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്ത് പോകാൻ അവരും തയ്യാറായിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. V മുരളീധരനും കരമന ജയനും പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നേറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.